ഹായ് മക്കളെ, ഹായ്. ഇത് ഒരു കപ്പിൽ ലേശം വെള്ളം എടുത്തിട്ട് ഞാൻ ലേശം ഇത്തിരി എടുത്തിട്ടുള്ളൂ പച്ചവെള്ളം. ഇത് ചൂടുവെള്ളം ചേർക്കുക. ആ കൈ കൊള്ളുന്നു കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. ഞാൻ ആക്സിഡൻ്റ് ആയതാണ്. ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബൈപ്പാസ് റോഡാണ്, ചില്ലീസ് ബൈപ്പാസ് റോഡാണ്. റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി പെട്ടെന്ന് വന്നിട്ട് ഈ സൈഡിലാണ്ട് ഇടിച്ചു വിട്ടു. ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്, പക്ഷെ വണ്ടി ഇങ്ങനെ വരുന്നത് സ്കൂട്ടിയാണോ ബൈക്കാണോ എനിക്കറിയില്ല കേട്ടോ. അവിടെ വന്നു ഒരു മിന്നാട്ടം കണ്ടു, അത്രേ ഉള്ളൂ. ആക്സിഡൻ്റായി കിടന്നു. മൊയിലാന ഹോസ്പിറ്റലിൽ കിടന്നു കേട്ടോ. ഞാൻ മൊയിലാന ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോൾ റീചാർജ് ചെയ്തു. ഇതൊരു കപ്പിൽ വെള്ളം എടുത്തു. ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം. എന്തിനാരോ ചുണ്ടച്ചിലൊക്കെ നല്ല പൊട്ടിന്. എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഒരു തൈലുണ്ടായിരുന്നു. ഞാൻ വടകര സ്വഭാവത്തിൻ്റെ തൈലുണ്ടായിരുന്നു. മരുന്നൊന്നും ചുണ്ടിനുള്ളിൽ വെക്കാൻ പറ്റില്ലല്ലോ. എനിക്കൊരു വിശ്വാസമായിട്ട് തങ്ങളുണ്ട് വടകര. ആ തങ്ങ വീട്ടിൽ നിന്ന് തൈലം കൊണ്ടുവന്നു. ആ തൈലം കൊണ്ട് ചുണ്ടുമ്പോൾ പറ്റി കൊടുത്തു. രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റിയിരുന്നു. തീരെ പറഞ്ഞത് ഒരു വർത്തമാനം പറയാൻ പറ്റിയിരുന്നു. അങ്ങനത്തെ കൊലയും 2 ദിവസം ഞാൻ തേച്ചിട്ടുള്ളൂ. 2 ദിവസം കൊണ്ട് വർത്തമാനം പറയാൻ പഠിച്ചു കഴിഞ്ഞു. ആണ് ഈ ചുണ്ടിലെ ഈ ചുണ്ടക്ക് നല്ല പിടിച്ചു കൊടുക്കുക. നമ്മൾ ചൂടുവെള്ളം നല്ലതാട്ടോ. നമ്മളെ എല്ലാത്തിനും നല്ലതാണ് ചൂടുവെള്ളം. ചൂടത്തിൽ മുക്കി കൊടുക്കുന്നു കേട്ടോ. ഞാൻ കാണില്ല, പക്ഷേ ഞാൻ തന്നെ പിടിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ആക്സിഡൻ്റായിട്ട് വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ സഹിക്കണം. എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും നമ്മൾ അള്ളാനെ മുറുക്കി പിടിക്കണം. അള്ളാനെ പുക പോകുന്നുണ്ടോ?
ഇനി ഇങ്ങോട്ട് കുറേ സംസാരിക്കാനുണ്ട്. ഞാൻ പിന്നെ സംസാരിക്കാം. കുറച്ച് വ്യത്യാസമാവട്ടെ കേട്ടോ. ഇപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, വൈസ് യു. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, പിന്നെ സംസാരിക്കാം കേട്ടോ. നിങ്ങളൊക്കെ ഹെൽപ്പിങ് വേണം, സപ്പോർട്ട് വേണം. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കുന്നുണ്ട്.